നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 7 ടാറോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആഫ്റ്റർനൂൺ തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ആഫ്റ്റർനൂൺ തോട്ട്സ് എന്താണ്? Ten of Pentacles, Justice, Strength, worst person, Two of Swords, Two of Swords. ആ ഒരു കാർഡ് അൺഫോൾഡ് ആയിട്ടുണ്ടായിരുന്നേ, അപ്പം ഞാനതങ്ങ് എടുത്തു. ജസ്റ്റിസ്, ഹൈറോഫന്റ്, ബോട്ടം ഓഫ് ദി ഡെക്ക്, പേജ് ഓഫ് പെൻഡാക്കിൾസ്. ഓക്കെ, ഇവിടെ സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലെ തന്നെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻ. ദെൻ ലിബ്ര, എയർ സൈൻ ആക്റ്റീവാണ്. അതുപോലെ തന്നെ ലിയോ, ഫയർ സൈൻ ആക്റ്റീവാണ്. എഗെയിൻ നമുക്ക് എന്താ പറയുക, എർത്ത് സൈൻ, ലിബ്ര തന്നെയാണ് ആക്റ്റീവായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്നിട്ട് ടോറസ്, ലിബ്രയാണ് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 ഇമ്പോർട്ടൻ്റ് ആണ്, 10 ഇമ്പോർട്ടൻ്റ് ആണ്, 21 ഇമ്പോർട്ടൻ്റ് ആണ്, 8 ഇമ്പോർട്ടൻ്റ് ആണ്, 4 ഇമ്പോർട്ടൻ്റ് ആണ്, 2 ഇമ്പോർട്ടൻ്റ് ആണ്, 6 ഇമ്പോർട്ടൻ്റ് ആണ്, 5 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയ സിറ്റുവേഷൻസോ, അല്ലെങ്കിൽ ആ ഒരു ഡേറ്റോ, അല്ലെങ്കിൽ സെപ്പറേഷൻ ഫേസിലായിട്ടുള്ള ഒരു ടൈമോ ഒക്കെ ആയിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടൊരു പക്ഷേ 6 മാസം ആയിട്ടുണ്ടാവാം. ഓക്കെ, 6 മാസം ആയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ കുറേ ആളുകളൊക്കെ ഈ ഒരു റീഡിങ് കാണുന്നത് എനിക്ക് ജസ്റ്റിസ് കിട്ടുമോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 11 മന്ത്സോളം ഒക്കെ ആയിട്ടുണ്ടാവാം, 11 വീക്സ് ആയിട്ടുണ്ടാവാം. നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്നൊരു ജസ്റ്റിസ്, യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അതിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. എന്താണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ട്, അതിൻ്റെ ആൻസർ യെസ് ആണോ നോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ആണ്. ഓക്കെ, യെസ് ആണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ആൻസർ. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ടും ഈ ഒരു ടൈമിൽ ഇവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് നടന്നിട്ട് അതിൽ ഒത്തിരി ആളുകൾ അവരുടെ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുണ്ടാവും, അവരുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ടാവാം, പാരൻസ് വന്നിട്ടുണ്ടാവാം, ഗ്രാൻഡ് പേരൻസ് വന്നിട്ടുണ്ടാവും. അപ്പം അവിടെ എന്തൊക്കെയോ ഫാമിലിയിൽ എന്തെങ്കിലും റിച്വൽസ് നടക്കുമായിരിക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും മാരേജ് ഫങ്ഷൻസോ, മാരേജ് ആനിവേഴ്സറിയോ, അല്ലെങ്കിൽ ഡെത്ത് ആനിവേഴ്സറിയോ. അപ്പം ഇന്ന് ഇവരിപ്പം ഒരുമിച്ച് അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ പള്ളിയിൽ പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകളും കാര്യങ്ങളും ഇവരുടെ ഫാമിലിയിൽ നിന്ന് നടന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഇത് സ്പെസിഫിക് മെസ്സേജസ് ആണ്, എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് റെസണേറ്റ് ആവണം എന്നില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് ഈ ഒരു വ്യക്തി ഫുൾ ടൈം അവരുടെ ഫാമിലിയുടെ കൂടെയാണ്. ഫാമിലിയുടെ കൂടെ എന്ന് പറയുമ്പം ഡെയിലി ഫാമിലിയുടെ കൂടെ അല്ലേ എന്നപ്പോൾ ഒരു ചോദ്യം വരും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവരുടെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സും ഒരുമിച്ച് കൂടി ഇന്നൊരു അവരുടെ ആ ഒരു വീട്ടിലൊരു ആഘോഷം പോലത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്തെങ്കിലും പ്രേയേഴ്സിന് വേണ്ടിയിട്ട് ഫാമിലിയിലുള്ള എല്ലാവരും ഒരുമിച്ച് പള്ളികളിൽ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്ന പരിഹാരത്തിനായിരിക്കാം പോയിട്ടുള്ളത്. എന്തായാലും അങ്ങനെ ഒരു എനർജീസ് വൈബ് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തി എന്താണ്, നിങ്ങളുടെ വ്യക്തിയുടെ ആഫ്റ്റർനൂൺ തോട്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ഇവിടെ എന്താ പറയുക,
ആൾ നിങ്ങളെ ഒത്തിരിയധികം മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. ഓക്കെ, ഫാമിലിയിൽ പ്രോഗ്രാംസ് ഉണ്ട്, അല്ലെങ്കിൽ സെലിബ്രേഷൻസ് ആണ്, എന്തൊക്കെയാണെങ്കിലും ആൾ നിങ്ങളെ ഒത്തിരിയധികം മിസ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഒത്തിരിയധികം മെമ്മറീസ് ആ ഒരു വ്യക്തിക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രീഷ്യസ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ, നിങ്ങൾ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഗിവർ എന്നുള്ള ഒരു എനർജിയിൽ നിന്നിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ആ ഒരു എനർജിയിൽ നിങ്ങളുടെ ആ ഒരു എനർജി ഒത്തിരിയധികം ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം. നിങ്ങളെ ഒത്തിരിയധികം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഒരിക്കൽ പോലും ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു ഫിയർ, അല്ലെങ്കിൽ ആ ഒരു ആൻസൈറ്റി, ആ ഒരു എനർജി എവിടെയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഫീലിങ്സിനെ, നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളൊരു എനർജീനെ ഹൈഡ് ചെയ്തിട്ട് ഇപ്പം ഫാമിലിയുടെ കൂടെ, അല്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന എന്ത് സിറ്റുവേഷൻസ് ആണ് ആ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുകയാണെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ എനിക്ക് വേറൊരു കാര്യം കാണാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ ലൈഫിലൊരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷൻ വളരെ ബാഡാണ്. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരിക്കലും ഒരു സൊല്യൂഷൻ അവൈലബിൾ ആവില്ല എന്നുള്ളൊരു എനർജിയിൽ നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ആയിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പം സിറ്റുവേഷൻസ് എന്തും ആയിക്കോട്ടെ, അപ്പോഴും ലൈഫിൽ കാമായിട്ടിരിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടന്നാലും നിങ്ങൾക്ക് നിങ്ങളെ ഹീലാക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുമ്പോൾ എന്താണ്, ആ ഒരു ടൈമിൽ ഒരു റൈറ്റ് സൊല്യൂഷൻസും ആ ഒരു പ്രോബ്ലത്തിനുള്ളത് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. അപ്പം ഈ ഒരു വ്യക്തിയും ഇവരിപ്പോൾ കുറച്ച് കാമായിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളോട് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും അല്ല, ഇവരും ഈ ഒരു എനർജിയിലാണ്. അതിൽ ആരും ഇയാളെ ഗൈഡ് ചെയ്യുന്നൊന്നുമില്ല. ഇപ്പം ആൾക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, പ്രോബ്ലംസ് ഉണ്ട്, ഇനിയിപ്പം അതിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം വേണം. അപ്പം ഞാൻ ആ ഒരു സമയമാണ് ഈ ഒരു ടൈമിൽ റിലേഷനിൽ എടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയം ഞാൻ ഇനി ഈ റിലേഷനിൽ എടുക്കണം എന്നുള്ളൊരു തോട്ട്സിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ളൊരു കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും ഒന്നും വരാത്തവർ. ഒരു പക്ഷേ നിങ്ങൾ റീഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഡെയിലി കമ്മ്യൂണിക്കേഷൻ വരും, നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ റീഡിങ്സിൽ വരുന്നുണ്ടാവാം. പക്ഷെ അതൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം ആഗ്രഹിക്കുന്ന രീതിക്ക് റീഡിങ് എടുത്തു, ഉടനെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വന്നു എന്നൊന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ല. അപ്പം ഏതൊരു വ്യക്തിക്കും അവരുടേതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം അതനുസരിച്ചിട്ട് ഇമോഷൻസും കാര്യങ്ങളും ആണെങ്കിലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം പക്ഷേ ഡിസിഷൻസ് ഒക്കെ എപ്പോഴും ഡിസിഷൻസ് തന്നെയാണ്. ഇപ്പം നിങ്ങളാണെങ്കിലും ഫോർ എക്സാമ്പിൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ബാക്ക് ഓഫ് ദ മൈൻഡിൽ വേണ്ട എന്നുള്ളൊരു തോട്ട്സ് നിങ്ങളുടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിൽ അതൊരു ആക്ഷനാണ്. നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു ആക്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങളത് എടുക്കാനായിട്ട് 100 തവണ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ 100 തവണ ആലോചനയാണ് 4 ഓഫ് സോർട്സ് എന്ന് പറയുന്നത്. അൺഡിസൈഡഡ് ആയിട്ടുള്ളൊരു എനർജീസ്. അവിടെ ആൾക്ക് കുറച്ച് സമയം വേണം ഹീലാവാനായിട്ടും ഇതിന് വേണ്ടിയിട്ടൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടും. അതാണ് ഇവിടെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരു ഡിലേ ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ മാരീഡ് അല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അങ്ങനെയുണ്ട്. നിങ്ങളിപ്പോൾ ലോങ് സെപ്പറേഷനിലാണ്, നിങ്ങളും സിംഗിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് മാരേജ് പോസിബിൾ ആകുമോ നിങ്ങൾക്ക് അറിയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലീജിയൻ ഡിഫറൻസസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കാസ്റ്റ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് ആയിരിക്കാം ഉള്ളത്. എന്ത് ഡിഫറൻസസ് ആണ്, അതുകൊണ്ട് തന്നെ വ്യക്തി പറഞ്ഞിട്ടുണ്ടാവും ഈ റിലേഷൻ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ള രീതിക്ക് നിൽക്കുമ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റക്കായി പോയിട്ടുണ്ട് വിത്ത് നൈറ്റ് ഓഫ് പെൻറ്റാക്കിൾസ്. സോ ഈ ഒരു എനർജിയിലേക്ക് ആയിട്ടുണ്ട്. ഇതിൽ ഈ ഒരു എനർജിയിൽ എന്താണ്, ഇനി കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള രീതിക്ക് നിങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഇല്ല. കുറേ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഉണ്ടായതാണ്, ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു എനർജിയിലാണ് ഈ റിലേഷൻ നിൽക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങളെ മാരേജ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു കാര്യമാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ മൈൻഡിൽ ഇവർ ഫാമിലി ഒരു പക്ഷേ ഇവർക്ക് മാരേജ് ആലോചിക്കുന്നുണ്ടാവാം. അപ്പം അങ്ങനെ ഇരിക്കെ ഇവരുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ
ഫാമിലിയുടെ ഡിസിഷൻസ് ആണ് ഇവർക്ക് മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഫാമിലി പറയുന്നതിനപ്പുറത്തേക്ക് ഇവരൊന്നും ചെയ്യാത്തൊരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ആ ഒരു മൊമെൻറ്റിൽ നിങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യം അവതരിപ്പിച്ചാലോ എന്നുള്ള രീതിക്കുള്ള തോട്ട്സുകൾ ആൾക്ക് വരുന്നുണ്ടെങ്കിലും ആൾക്കതിനുള്ളൊരു സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ബാക്കിലേക്ക് വലിയാണ്, വേണ്ട. ശരിക്കും ആൾ നല്ല ഡൗൺ ആണ്. ഇപ്പം ഫാമിലിയിൽ എന്തൊരു റിച്വൽസ് നടന്നാലും അല്ലെങ്കിൽ ആൾക്കിപ്പോൾ ഫാമിലിയിൽ മാരേജ് നോക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഹാപ്പി അല്ല, ആ ഒരു പ്രൊപ്പോസലിൽ ഹാപ്പി അല്ല എന്നുള്ളതാണ്. ഇവർക്ക് നന്നായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു തോട്ട്സ് ആളുടെ മൈൻഡിലുണ്ട്. പക്ഷേ ചില സിറ്റുവേഷൻസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ, ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. ഒരിക്കലും നിങ്ങളെ ഗോസ്റ്റ് ചെയ്ത് പോയി എന്നുള്ളൊരു എനർജിയിലൊന്നും വേണ്ട. പലപ്പോഴും നമ്മൾ മനുഷ്യർ അവരുടെ സിറ്റുവേഷൻസ് കൊണ്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ആളെന്നെ ഗോസ്റ്റ് ചെയ്തു. ശരിക്കും അതൊരു ഗോസ്റ്റിംഗ് ആയിരിക്കില്ല, അവരുടെ അവസ്ഥകൾ അതായിരിക്കും. പലപ്പോഴും നമ്മളുടെ അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ ഒരു അവസ്ഥയെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടാവില്ല. പലപ്പോഴും അതൊരു മനുഷ്യൻ്റെ ഒരു ക്യാരക്ടറാണ്. നമുക്ക് ആർക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഏതൊരു അവസ്ഥയിലാണെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മളെല്ലാവരും സെൽഫിഷാണ്. ഈ പറയുന്ന ഞാനും അങ്ങനെ തന്നെയാണ്. ആൾക്ക് എന്ത് ഫീലിങ്സ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. നമുക്ക് നമ്മുടെ ഫീലിങ്സ് ആണ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തിയുടെ എനർജി അങ്ങനെ തന്നെയാണ്. ഇവർക്കിപ്പം ഇവരുടേതായിട്ടുള്ള ഒരു ഇപ്പം ഇത്രയൊക്കെ പ്രശ്നങ്ങളെല്ലാവരും ഫങ്ഷൻസൊക്കെ നടന്നാലും ആൾക്കിപ്പം ഭയങ്കര ഡൗൺ ആണ്. ആൾക്ക് ഈ റിലേഷൻ വേണം. പക്ഷേ ആൾക്ക് ആളുടേതായിട്ടുള്ള ഒരു ഫാമിലിയുടെ പേടിയാവാം, അല്ലെങ്കിൽ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടൊരു റിലേഷനെ കൊണ്ടുവരുമ്പോൾ അതൊരു വല്ലാത്തൊരു ടാസ്ക് ആയിരിക്കാം ആളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യാനായിട്ട് ആൾക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം ആൾ കണക്റ്റ് ആവാതിരിക്കുന്നുള്ളത്. ഇപ്പോൾ ഇത് നിങ്ങൾ മാരിറ്റൽ റിലേഷൻ ആണെങ്കിലും ആൾ മാരിഡ് ആണെന്നുണ്ടെങ്കിലും സെയിം എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ രണ്ടുപേരും മാരിഡ് ആയിരിക്കും. അപ്പോൾ ഫാമിലിയെ ക്രോസ് ചെയ്ത് നിങ്ങളുടെ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ട്, ഫാമിലിയിൽ അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഇല്ല, എന്തൊക്കെയാണെങ്കിലും അവർക്ക് നിങ്ങളോടൊത്തിരി ഇഷ്ടം ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഫാമിലിയെ കണ്ടില്ല എന്ന് നടിച്ചിട്ട് ഈ ഒരു റിലേഷന് വേണ്ടിയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ ആൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തിയുടെ. അതാണ് ഇവിടെ മെയിൻ പ്രോബ്ലംസും ഈ റിലേഷനിൽ. എന്തായാലും നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വർക്കാവുന്നുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസൊക്കെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ ഒരു 50-50 ചാൻസ് എന്നുള്ള രീതിക്ക് നിങ്ങൾക്കൊരു സോളിഡ് സ്റ്റാർട്ട് ഈ റിലേഷനിൽ നിന്ന് ചേർക്കൊക്കെ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ആഫ്റ്റർനൂൺ തോട്ട്സ് എന്താണ്? എന്തൊരു കാര്യത്തിനെയും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്കൊരു ഹാപ്പിനെസ് വരുന്നത്. പക്ഷേ അത് സീരിയസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു ഇതേ ഉണ്ടാവുള്ളൂ. വളരെ കുറച്ച് പേർക്കൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി കോംപ്രമൈസ് ചെയ്യാം എന്ന് നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വരുന്നുണ്ടാവും. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഇവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ഇവർ കുറേ സ്ട്രഗിൾ ചെയ്ത് നിങ്ങളോടുള്ള ഇമോഷൻസിനെയും ഫീലിങ്സിനെയും കണ്ടില്ല എന്ന് നടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കത് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇരിക്കെ മസ്റ്റായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു എനർജിയിലാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ചാൻസസ് നമുക്കിവിടെ കാണുന്നുണ്ട്. കാരണം ആളൊട്ടും ഹാപ്പി അല്ല, ആൾ നല്ല രീതിക്ക് ഡൗൺ ആണ്. മൊത്തത്തിൽ എന്താണ് ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനുള്ളൊരു ക്ലാരിറ്റി ഈ ഒരു വ്യക്തിക്കില്ല. ശരിക്കും ഈ റിലേഷനിൽ കുറച്ച് നല്ല കാര്യങ്ങളും ഉണ്ട്, കുറേ ചീത്ത കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതിപ്പം ഒരു ഡിസിഷൻ ഈ റിലേഷൻ ജസ്റ്റിസിൻ്റെ കാർഡ് 2 ടൈംസാണ് വന്നിട്ടുള്ളത്. അതിനർത്ഥം നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു എനർജിയിൽ നിൽക്കുക. നിങ്ങളൊരു എഫോർട്ടും കാര്യങ്ങളും ഒന്നും തന്നെ എടുക്കാൻ പോകണം. നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് ബാഡ് ഇമേജ് ഒന്നും ഈ ഒരു വ്യക്തിക്കില്ല. ഇവരെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ശരിക്കും നല്ലൊരു വൈഫി മെറ്റീരിയലാണ്, അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണറാണെന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇയാളുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടേതായിട്ടുള്ള ജീവിതത്തിലുള്ള പ്രശ്നങ്ങളാണ്, പേഴ്സണൽ ഇഷ്യൂസാണ്. അപ്പം ആൾക്കാണ് ഇഷ്യൂസ് എന്നാണ് ആളിവിടെ ചിന്തിക്കുന്നത്. കാരണം ആളുടെ ജീവിത രീതി, ആളുടെ സാഹചര്യങ്ങൾ, അതൊക്കെ കൊണ്ടാണ് ഈ റിലേഷനിൽ ഇത്രയും പ്രോബ്ലംസ് ക്രിയേറ്റ് ആവുന്നതെന്ന് ആൾക്ക് തന്നെ അറിയാം. പക്ഷെ ചില കാര്യങ്ങളൊക്കെ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു എനർജി ഒരു വ്യക്തിയിൽ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കോംപ്രമൈസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഫലമായിരിക്കാം.
നിങ്ങൾക്ക് ജസ്റ്റിസ് കുറച്ച് പേർക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഹീലിംഗ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്കിൽ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ഹീലിംഗ് ഫേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വ്യക്തിക്ക്. നിങ്ങൾ ചിലരൊക്കെ റിലേഷൻഷിപ്പ് ഹീലിങ്സ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ 7 ചക്ര ഹീലിങ്സ് ചെയ്യുന്നുണ്ടാവും, ഹേർട്ട് ചക്ര ഹീലിങ്സ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് വർക്കൗട്ട് ആവുന്നുണ്ട്, ആൾ ഹീലാവുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.